ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലുലുക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും മെൽവിയൊക്കെ ഉണ്ട്. ഞങ്ങൾ മെട്രോനാണ് പോകുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്. വൈകിട്ട് 6 മണിക്ക് ശേഷം എപ്പോഴും ഇങ്ങനെയായിരിക്കും, നല്ല തിരക്കായിരിക്കും. മെട്രോ കയറുന്നതിന് മുന്നേ ഞങ്ങളപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മെട്രോൻ്റെ അടിയിലോട്ട് ഇറങ്ങാണ്. അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിച്ചതിന് നേരെ മെട്രോ കയറി. ആദ്യം ഞങ്ങൾ പ്യൂമയിലാട്ടോ കയറിയത്. കാരണം അച്ഛന് പ്യൂമയുടെ മോട്ടോർ സ്പോർട്സിൻ്റെ ടീഷർട്ടൊന്നുമില്ല. അപ്പോൾ ഗൗതം അത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഗൗതം ഒരു പ്യൂമ മോട്ടോർ സ്പോർട്സിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ അച്ഛൻ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നില്ല. ഇതിൻ്റെ തന്നെ ഒന്നല്ലെങ്കിൽ ഷൂസ് എടുക്കുക അല്ലെങ്കിൽ ടീഷർട്ട് എടുക്കാമെന്നായിരുന്നു. പിന്നെ അച്ഛന് ഓൾറെഡി ഷൂസ് ഉള്ളതുകൊണ്ട് ടീഷർട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്യൂമയത്തെ പർച്ചേസിങ് നമ്മുടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാരണം അധികം ടൈം എടുത്തില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം സെറ്റായിട്ടോ. അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഫാഷൻ സ്റ്റോറിക്കാം. കാരണം സാന്ദ്ര ഓൾറെഡി അച്ഛനൊന്നല്ലെങ്കിൽ സൺഗ്ലാസ് അല്ലെങ്കിൽ ഒരു വാച്ച് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അച്ഛനും മെൽവിക്കും സായിക്കും അച്ഛനും വേണ്ടി ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ കിട്ടണതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോയത്. അപ്പം ഞങ്ങൾ വൈകിട്ട് പോയതുകൊണ്ട് തന്നെ സാന്ദ്ര ഓൺലൈനിലുണ്ടായിരുന്നു. കാരണം അവൾ ഉറങ്ങി എണീറ്റുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തും അതുപോലെ തന്നെ ഞാൻ അത് വെച്ച് കാണിച്ചൊക്കെ ഫോട്ടോ അയക്കായിരുന്നു. കാരണം അവൾക്കത് ഇഷ്ടപ്പെടുമോ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ വാച്ചും കൂടി നോക്കിയതാ ബെസ്റ്റ്, അത് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ വാച്ചുകളൊന്നും നമ്മളങ്ങനെ പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യില്ല. കാരണം എല്ലാം നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ നേരത്തെ തീരുമാനത്തിന് ശേഷം നമ്മൾ സൺഗ്ലാസ് തന്നെ ചൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചു. ഇനി അച്ഛനും സായിക്കൊക്കെ ഗിഫ്റ്റ് മേടിക്കേണ്ട മേടിക്കൊക്കെ. അപ്പോൾ അടുത്തത് അത് നോക്കാം. ഫാഷൻ സ്റ്റോറിൽ വന്നിട്ട് ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഒരുവിധം എല്ലാ ബ്രാൻഡും എടുത്തു നോക്കി. കാരണം നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ഞങ്ങൾ അവിടെ ഉള്ള ഒരുവിധം കളർഫുൾ സാധനങ്ങൾ തപ്പിയൊക്കെ എടുത്തിട്ടായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെൽവിക്കും അച്ഛനും ഉള്ള ഗിഫ്റ്റ് കിട്ടി അച്ഛന് കൊടുക്കാൻ വേണ്ടിയുള്ളത്. ഞങ്ങൾ 3 പേരും മേടിച്ചു. ചായക്കുള്ളത് മേടിച്ചില്ല. അതിന് അത് നോക്കണം. അപ്പോൾ ഇനി അടുത്തത് എവിടേക്കാണ് പോണത് നോക്കാം. നമ്മൾ 2-3 ഷോപ്സിൽ കയറി ഇറങ്ങിയിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞ് ബസ് സൈഡിൽ കയറി ഇറങ്ങുമ്പോഴേക്കും ഗൗതം വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച പോലെ എല്ലാം സെറ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഗൈസ്, അച്ഛൻ്റെ ബർത്ത്ഡേ നാളിന്, പക്ഷെ അച്ഛൻ നാളെ ബർത്ത്ഡേയുടെ വീട്ടിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പം അമ്മ വിളിച്ച് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കാൻ നിൽക്കുക. അപ്പം മിക്കവാറും ഇന്നലെ കേക്ക് മുറിച്ച് ഇന്നലെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. പെട്ടെന്നാണ് അമ്മ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എല്ലാം പെട്ടെന്ന് മാറിപ്പോയി. അപ്പം നമുക്ക് വേഗം സെറ്റാക്കിയിട്ട് അച്ഛൻ എടുക്കുന്നതിന് മുന്നേ വീട്ടിൽ പോകണം അല്ലേ. ഞങ്ങൾ പിന്നെ വേഗം സാധനങ്ങൾ പിടിച്ച് വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം അച്ഛൻ ഉറങ്ങണതിന് മുന്നേ അവിടെ എത്തണം, അതായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 2-3 ഗിഫ്റ്റ് അച്ഛനും ഓരോരുത്തരും മേടിച്ച് വെച്ചത് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകുമായിരുന്നു. ഇത് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇവിടുത്തെ. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അച്ഛൻ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കൽ ടാസ്ക് ആയിരിക്കും. പക്ഷെ അച്ഛൻ്റെ എന്തായാലും ചീത്ത വെക്കും. കാരണം അച്ഛന് ഇഷ്ടമല്ല ഇങ്ങനെ സാധനങ്ങളൊക്കെ അച്ഛന് മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ കാര്യമില്ല, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. നമ്മളല്ലാതെ പിന്നെ ആരാങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അതെ, അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി ഹൈപ്പർ ചെയ്യുന്ന പാഴ്സൽ മേടിച്ചിന് വീട്ടിൽ പോയി കഴിച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. എന്താണ് വന്നിട്ടില്ലേ? ഹായ്, കാര്യം അവൻ്റെ അടുത്ത്. അമ്മ ഒരു ഗിഫ്റ്റ് അച്ഛന് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതപ്പം അമ്മയിലാണ് മേടിച്ചത്. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാണ്. പക്ഷെ അവർ ഫിലിം കഴിഞ്ഞ് വന്നിട്ട് എത്തിയിട്ടില്ല. സെറ്റാവും, ഇപ്പം എത്തുമായിരിക്കും, നോക്കാം. അങ്ങനെ അതും കളക്ട് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പം അച്ഛൻ്റെ ഫ്രണ്ടിനെ കുട്ടൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. കൊടുക്കാനുള്ള അടുത്ത ഗിഫ്റ്റ് കിട്ടി. പോട്ടെ, ബൈ, കാണാം. അച്ഛൻ കിടന്ന അച്ഛൻ. ഗൈസ്, ഞങ്ങൾ വീടെത്തി. അച്ഛനുള്ള സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് ചെല്ലാണ്, കേക്കും കൊണ്ട് ചെല്ലാണ്. അച്ഛൻ റൂമിൽ കിടന്നെന്ന് പറഞ്ഞത്. സാന്ദ്ര വിളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം സെറ്റല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ആക്കണം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Advance happy birthday. ഇന്ന് 14-ആം തീയതി. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നാളെ അച്ഛനെ ഉണ്ടാവില്ലല്ലോ. നാളെ ഉണ്ടാവില്ലല്ലോ. എന്റെ ശരിക്കും ബർത്ത്ഡേ കഴിഞ്ഞേ. ഞാൻ പറയട്ടെ, ഈ ബർത്ത്ഡേ എന്ന് പറയണത് പിറന്ന ഡേറ്റ് ബർത്ത്ഡേ ആളാണ്. ഇല്ല,
ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ ബർത്ത്ഡേ ഇന്നല്ല. ഇത് എന്റെ ബർത്ത്ഡേ അല്ല, എന്റെ ബർത്ത്ഡേ ഇങ്ങനെ അല്ല. സാന്ദ്രകേശന്റെ ഭർത്താവിനെ എടേ വിളിച്ചോക്ക്. ഹൈടെക് സാധനം പൊട്ടിത്തെറിക്കിപ്പോ സാന്ദ്രകേശന്റെ ഇതൊന്നും കാണുന്നില്ലേ? കേക്കണ്ട പോവാണ്. ഞാൻ കട്ടിയത് ഇവക്കെടുത്തത് അതേ പോകൂല. ഞാൻ സാന്ദ്രകേശനെ കാണിക്കൊരു കേക്ക് കൊടുക്കട്ടെ. സന്തോഷമായോ? ഇത് സന്തോഷമായി. സന്തോഷം ജന്മദിനം കുട്ടിക്ക്. ഇത് കുട്ടന്റെ സമ്മാനം. കുട്ടന്റെ എനിക്ക് വേറൊന്നും വേണ്ട എന്നൊക്കെ. ആ ഇനി അടുത്ത ഗിഫ്റ്റ് മക്കന്തോഷ്. സന്തോഷം. അതെ ചെറുതായിട്ട് സമ്മതിക്കും. ഇങ്ങോട്ട് ബർത്ത്ഡേ അല്ലേ അതെ, ഇന്നത്തെ ദിവസം ക്ഷമിക്കുക ഞങ്ങളുടെ അടുത്ത്. അതെ മകനോട് സ്റ്റേജ് ഒരു മിനിറ്റ്. അല്ലല്ലല്ല ഞങ്ങളൊന്നല്ലേ ഞാനും ഗൗതമും. കൊടുത്ത് ഇതി വെച്ച് ഞാൻ തന്റെ കൂട്ടത്തിൽ വെച്ച്. അച്ഛൻ തന്നെ BGM ഇടുന്നു. നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിയൊന്ന്. ആ കൊള്ളാം. സാന്ദ്രകേശന്റെ സെലക്ഷൻ തെറ്റിയില്ല. ഇത് കൊള്ളാം. ഇത് സീൻ സീൻ സീൻ. അത് ഞാൻ ഇങ്ങനെയാണ്.
ഇനി ഫാഷൻ കൊള്ളട്ടാ. ഇനി അടുത്തതായി നമ്മൾ ഫാഷൻ പരേഡ് ആണ് നടത്തുന്നത്. ഞാൻ കണ്ണടം അതിനകത്ത് അച്ഛത് അടിപൊളിയാണ്, വേറൊന്നും പറയാനില്ല. സെലിബ്രിറ്റീസ് ഇത് അടിപൊളിയല്ലേ, ഇത് സെറ്റ്. ഇനി നമുക്ക് ഫാഷൻ പരേഡ് തുടങ്ങാം. ഇനി അടുത്തതായി നമ്മൾ ഫാഷൻ പരേഡ് ആണ് നടത്താൻ പോകുന്നത്. ആ Go and try. ഇത് ഞാൻ ഇതിലാലേട്ടുണ്ടല്ലേ. Yes. അയ്യോ ക്യാമറ എടുത്തില്ല. എഴുതുക. പുള്ളി ഇങ്ങനൊക്കെ തന്നെ കിട്ടുണ്ടായിരുന്നത്. ഒരു ജീൻസാ ആ ഗ്രീൻ പാന്റ് ഓക്കെയാണ്. റിസപ്ഷന്റെ കൺവിൻസിംഗ് സ്റ്റാർ. കറക്റ്റ് ഇത് മേടിച്ചതെന്ന്. ഇത് പെർഫെക്റ്റ്. എമ്പളം അതാണ് മീൻ. ഇതൊക്കെ ഇത് മുള്ളതാണ്. അതും ഉള്ളത്, അതൊക്കെ ഫാഷനാ. അത് സായിയുടെ. ടെൻഷനിലെല്ലാവർക്കും അത് ഇഷ്ടാവോ? ഇത് കൊള്ളാം. അത് കേട്ടാ, ട്രൈസെപ്സ് ഒക്കെ കാണിക്കണ്. അതൊക്കെ കാണണെന്ന് മസില് കാരണം മസില് സ്റ്റെക്കായി പോയി പനിയന്റെ ഉള്ളില്. എടുക്കുമ്പോഴേ ടെൻഷനാ. അത് ഇഷ്ടാവോന്ന്. അത് സായി. ഏടാ ഇനി പോകണ്ടല്ല. ഞങ്ങള് നല്ലല്ലേ? പെർഫെക്റ്റ്. സായി സായി സേഫായി. ഇത് അച്ചുവിന്റെ. എല്ലാരും എടുത്തു വന്നപ്പോ ബ്ലാക്കും വൈറ്റ്. സെറ്റ് അത് അല്ല, അത് വ്യത്യാസമുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം, വ്യത്യാസമുണ്ട്. അത് റെഡും ബ്ലാക്കും. ഒരേ മെറ്റീരിയലല്ലേ, ഒരേ മോഡലേ. നെല്ലി അമ്മ ഇപ്പൊ ആ 97 ടീഷർട്ടിൽ എങ്ങനെ പെട്ടെന്ന് പുറത്തെടുക്കും, അതല്ലേ ചിന്തിച്ചത്. അതുപോലെ ഞാൻ വലിയ നല്ല ആ സാന്ദ്രക്ക് സഞ്ജയ് ഡിസൈൻ ഒക്കെ വരച്ച് കാണിച്ചേടാ. കിട്ടി. ഇല്ല, വ്യത്യാസമുണ്ട്. സെയിം ബട്ട് ഡിഫറെന്റ്. അതെ അതെ. കണ്ട വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ അതങ്ങനെ.
കാര്യം പിറന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാഘോഷിക്കുന്നത് 1, 2, 3, 4, 5, 6. വരുന്നുണ്ട്, സാധനം വരുന്നുണ്ട്. ഹായ് ഗൈസ്. എടുത്ത് കിട്ടി, പറഞ്ഞോ. എന്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് സന്തോഷമായോ? എന്റെ മക്കൾ, എന്റെ കുട്ടികൾ, പിഞ്ചോമനകൾ, തങ്കക്കൊടൊന്നല്ല മിണ്ടാണ്ടിരിക്കുന്ന ഇതാരും അത് കുട്ടന്റെ കുട്ടാ പൊട്ട. എല്ലാത്തിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇതൊരാഴ്ച ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിങ്ങൾ തുടരണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന. സാന്ദ്രക്ക് ഒരാഴ്ച തുടരാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തുടർന്നൂടെ? സന്തോഷായി പോകട്ടെ. ഓക്കെ, സെറ്റ്. സാധനം കിട്ടിയില്ലേ? എങ്ങനെയുണ്ട് ടൈമിങ്? അത് ഇതെല്ലാം എനിക്ക് ഊഹിക്കാം. ഇതിവിടെ കിട്ടാത്ത സാധനമാണ്. ഇപ്പൊ അല്ല, അവൻ എനിക്ക് ഒരെണ്ണം ഒറിജിനലായിട്ട് തരാൻ പറ്റത് നഷ്ടപ്പെട്ട്. അമലിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലാന്ന്. അല്ലെങ്കിൽ അവൻ തരേണ്ട സാധനം അത് ഇവള് മേടിച്ചു. അല്ല, ഇതമ്മ പറഞ്ഞു മേടിച്ചാണ്. അത് കിട്ടിയില്ല. അതിന് പകരം അടിപൊളി അത് വേണം. ഞാൻ ഫോട്ടോ അയച്ചുതരാ. അച്ഛൻ അവിടെ നോക്കി വെച്ച ജിന്ന്, ഒരു നീല കളറ്. അച്ഛൻ കൊറേ നീയാ പറഞ്ഞില്ല. അപ്പൊ തന്നെ മേടിക്കൂലേ? എന്നോട് വെറുതെ പറവലൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നണ്ട് മോഹിച്ചിട്ട് പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ട് കൊടുത്ത എന്നോട് ഒരു 3500 രൂപ ബിസ്കി കണ്ടാൽ ജിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞ. അയ്യോ, എനിക്കത് ഭംഗി പോലും മോശമായി പോയി. അച്ഛനത് എന്നോട് തന്നെ പിടിച്ചു. ഓ, അതെ, മടക്കി വെച്ചിക്കൂ. അയ്യോ, രോഹിത്തിന് മെച്ചി. രോഹിത്താണ് ട്ടോ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചത്. ഗൈസ് പറഞ്ഞിട്ടുണ്ട്. ഇവനാരും നോർത്തോർത്തിടാന്ന്. അപ്പൊ രോഹിതിനോടും കൂടി എന്റെ സ്ലാങ്ക്യു പറഞ്ഞേക്കും. നന്ദിയും നമസ്കാരവും. രോഹിത് ഇതെല്ലാം കണ്ടോളും. ഇപ്പൊ ഞാൻ വ്ലോഗ് എടുത്തോണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? ഇതായിരുന്നു പറഞ്ഞ ക്ലബ്ബ് പരിപാടി. ഇതൊക്കെ ഞാൻ ഇതെല്ലാം ഊഹിക്കുന്നു. ഞാൻ അങ്ങോട്ട് കൊടുക്ക്, അപ്പുറത്തേക്ക് കൊടുക്ക്. അവളെ ഇറക്കിയെടുത്ത് ഇതെന്നെ കൊല്ലാനല്ലേ? ഗൈസ്, അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അച്ഛന് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ബർത്ത്ഡേ നാളെയാണ്, അതായത് ഓഗസ്റ്റ് 15-നാണ്. നമ്മൾ ഇന്നാണ്ടോ സെലിബ്രേറ്റ് ചെയ്തത്. കാരണം അച്ഛൻ നാളെ വാഗമൺ പോവും. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഒന്ന്. ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്നു നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ 14-ാം തീയതി കട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സമയം ശരിക്കും ഓഗസ്റ്റ് 15, 12 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഫുഡ് ഇപ്പോൾ കഴിച്ചുള്ള എല്ലാ പരിപാടിയും കഴിച്ച് ഇപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നോളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ട് ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. 14-ാം തീയതിയും 15-ാം തീയതിയും ഒരുമിച്ചെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു എല്ലാ തീരുമാനങ്ങളും മാറിയത്. ഞങ്ങൾ ചെറിയ ആഘോഷമാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ, വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്.
എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നമുക്ക് ബർത്ത്ഡേസ് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.